പോവുകയാണ്. ഞാൻ തിരികെ വരുമ്പോഴേക്കും ഗാർഡൻ നല്ല ഭംഗിയായിരിക്കണം. എന്നെ ജ്യൂസ് കുടിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഇനി നിങ്ങൾ മാച്ച് ഒന്ന് കാണാ. എന്റെ സോർദാറെ, നീ ഇത്ര പെട്ടെന്ന് പിണങ്ങിയോ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നീ ആ റിമോട്ടിങ് തന്നേ, പ്ലീസ് ഒന്ന് താടാ. എന്താ പിടിച്ചോ, ജ്യൂസ് കുടിച്ചോ. അതാണ് കാര്യം. അതെങ്കിൽ നീ ജ്യൂസ് കുടിച്ചില്ലേ, ഇനി അതെങ്കിൽ താ. ഈ ജോർദാറിനെ വിലക്ക് വാങ്ങാനായിട്ട് ഈ ജ്യൂസ് ഒന്നും മതിയാവൂല. അതാദ്യം മനസ്സിലാക്ക. ഒന്ന് പോടേ. നിന്നെ വിലക്ക് വാങ്ങാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാം നീ എടുത്തോ. വേണ്ട. അയ്യോ കൂട്ടുകാരെ, മാച്ച് ഇതാ തുടങ്ങാറായി. നമുക്കിത് കാണാൻ പറ്റില്ല. എനിക്ക് മാച്ച് കാണാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ജ്യൂസിലായിരുന്നു താല്പര്യം. അത് ഞാൻ കുടിക്കുകയും ചെയ്തു. ഇത്രയും ജ്യൂസ് വാങ്ങിട്ട് നമുക്ക് ഒരു ഉപകാരം ഉണ്ടായില്ലല്ലോ ബണി. നീ റിമോട്ട് തരണ്ട. ഞങ്ങള് മാച്ച് കന്ന സാറിന്റെ വീട്ടിൽ പോയിരുന്ന് കണ്ടോളാം. നീ വലിയ ബുദ്ധിമാനാണെന്നാണോ വിചാരം? എന്നാ പിന്നെ ഒരു കൈ നോക്കാം. ഹണി വാ, നമുക്ക് റിമോട്ട് അവിടെ നോക്കാം. തട്ടിപ്പറിക്കേ. എടാ കഴുതേ, പേസ്ട്രി അല്ല, ആ റിമോട്ട് തട്ടിപ്പറിക്കാനാ പറഞ്ഞത്. നീ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. സൗഹൃദത്തോട് കാണിക്കുന്ന ചതിയായത്. ഇത് സൗഹൃദം കാണിക്കേണ്ട സമയമല്ല, നന്ദി കാണിക്കേണ്ട സമയമാണ്. മാഡം എനിക്കൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. ഞാൻ ഇന്ന് TV കണ്ടേ ഇറങ്ങുള്ളൂ. അയ്യോ, റിമോട്ട് വിഴുങ്ങി. ഏത് റിമോട്ട് വേണമെങ്കിലും നമുക്ക് വിഴുങ്ങാം, പക്ഷെ അതൊരിക്കലും ദഹിച്ചു പോകില്ല. കാരണം അത് പ്ലാസ്റ്റിക് ആണ്. സംശയമുണ്ടോ? നീ പറഞ്ഞത് ശരിയാണ്. ചൊല്ലിക്കൊള്ളുന്നാണ് പ്രമാണം. കൊച്ചലേന്റെ ഐഡിയ പൊളിച്ചു. അതെ, യുമാര് ശരിക്കും മണ്ടന്മാര് തന്നെയാണ്. ഞങ്ങൾ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടെ തന്നെ വരികയാണ്. വേണ്ട വേണ്ട, അവിടെ ഒറ്റയ്ക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ എല്ലാവരും ഒറ്റയ്ക്ക് പോയാ മതി. ഞങ്ങൾ ആകാശത്തൂടെ പറന്നല്ലേ വരുന്നത്. യുവമാർക്ക് നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. ഇല്ല, ഞാൻ തോറ്റു കൊടുക്കുന്ന പ്രശ്നമില്ല. രക്ഷപ്പെടണമെങ്കിൽ ഏറ്റുമുട്ടിയാ പറ്റൂ. എടാ, നിങ്ങളൊക്കെ മൂങ്ങയുടെ മക്കളാണെങ്കിൽ നേരിട്ട് വന്ന് ഏറ്റുമുട്ട. ആഹാ, കണ്ടില്ലേ, പോപ്പട്ട് വന്നപ്പോ കൂടെ കാർമേഘവും വന്നു കഴിഞ്ഞു. ഇദ്ദേഹം ഇവിടെ നിന്ന് പോകാൻ പാടില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ ഒരു തൂവല് പോലും പറിക്കാൻ സമ്മതിക്കില്ല. ഇല്ല, ഞങ്ങൾ വിടില്ല. ഇവിടെ മഴ പെയ്യാൻ വേണ്ടി ഞങ്ങൾ എന്ത് വേണേലും ചെയ്യും. അയ്യോ വേണ്ട വില്ലിച്ചാ, പോപ്പട്ടിനെ ബലി കൊടുത്താൽ ഒരിക്കലും മഴ പെയ്യില്ല. ഇവന് അരി പോലും കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ വില്ലിച്ച മഴ കൊണ്ടുവരുന്നേ? അതവിടെ വെക്കേ. വെക്കാൻ ഇല്ല, ഞാനത് തരില്ല. പ്രേക്ഷകരെ, മാച്ച് ഇതാ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. സിംഹത്തിന്റെ വായിൽ നിന്നും ഇരയും ആനയുടെ വായിൽ നിന്നും കരിമ്പും പിന്നെ സോർദാറിന്റെ വായിൽ നിന്നും ഭക്ഷണവും തിരിച്ചെടുക്കുന്നത് അസാധ്യമാണ്. സംശയമുണ്ടോ? ഇന്ന് നീ ഇതിൽ ഏതെങ്കിലും ഒരു സാധനത്തെ തൊട്ടാ നിന്നെ ഇന്ന് വേട്ടയാടുന്നത് ഞാനായിരിക്കും.
ബണ്ണി നീ ചെയ്തത് ഒട്ടും തന്നെ ശരിയല്ല. പോടേ പോടേ, നിന്റെ ഈ ഭീഷണിയൊക്കെ മറ്റാരോടെങ്കിലും മതി. നീ ഒരു കാര്യം ചെയ്, പോയി തോത്താറാമനെയോ കറുത്തയോ ഭീഷണിപ്പെടുത്തിട്ട് വാ. എന്തോന്ന്? അല്ല അതെന്തിനാണ്? എടാ ഇപ്പൊ ബണ്ണിയനല്ലേ പറഞ്ഞത് നിന്റെ ഈ ഭീഷണിയൊക്കെ മറ്റാരുടെങ്കിലും മതിയെന്ന്. എടാ ഈ കഴിക്കാനുള്ള സാധനം ഇവിടെ കൊണ്ടു എന്തിനാ വച്ചിരിക്കുന്നത്? എന്റെ സോർദാറെ, 1 മണിക്കൂറിനുള്ളിൽ മാച്ച് തുടങ്ങാൻ പോവാ. ടിവിയിൽ മാച്ച് കാണുമ്പോ അതിന്റെ കൂടെ കഴിക്കാനുള്ളതാ ഇതൊക്കെ. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്ത് രസമാ ഇതൊക്കെ. എന്താടാ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ? സണ്ണി, നീ ചെയ്ത കുറ്റം വേഗം സമ്മതിക്കാൻ നോക്ക്. എന്തുവാടാ, എന്താ കുറ്റം? നീ ഞങ്ങളുടെ വീട്ടിൽ വരച്ച രംഗോളി നശിപ്പിച്ച് കളഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ അതിന്റെ തെളിവുമുണ്ട്. എന്തുവാടാ തെളിവ്? ദാ നോക്ക്, നിന്റെ കാലിന്റെ അടയാളം. എടാ 500 കിലോ ശക്തിയുള്ള കൈയായത്. ഒരെണ്ണം തന്നാണ്ടല്ലോ, പെറിച്ചു പോകില്ല, പറന്നു പോകും. എന്റെ കൈ കൊണ്ട് ഈ മണ്ണി തൊട്ടാലേ അത് കുഴിഞ്ഞു പോകാറാണ് പതിവ്. ഇതാണ് സണ്ണിയുടെ സൈസ്. അടുത്തുള്ള കാലം നോക്ക്, ഇതേതോ ചെറിയ ആരോഗ്യമില്ലാത്ത പൂച്ചയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എങ്ങാനും ആവശ്യമില്ല അതിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ ഹാൻഡ് പമ്പ് എടുത്ത് ഒരു വീക്ക് അങ്ങ് വെച്ച് പറഞ്ഞേക്കാം. അതിന് ഞങ്ങളുടെ വീട്ടില് ഹാൻഡ് പമ്പ് ഇല്ലല്ലോ. എന്നാ ഞാൻ ഇവിടെ ഒരു ഹാൻഡ് പമ്പ് വെക്കും, എന്നിട്ട് അതെടുത്ത് അടിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മഴ പെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എല്ലാ വർഷവും പച്ചപ്പാപ്പട്ടീനെ വെളി കൊടുക്കാറുണ്ട്, അപ്പം മഴയും പെയ്യാറുണ്ട്. ബലിയോ? അയ്യോ, എന്റെ ബലിയോ? എടാ ബബ്ബിലിയൊന്നും ഇല്ല, അത് മെഹത്ത സാറിന്റെ മോളാണ്. ഇവര് പറയുന്നത് ബലി എന്നാണ്. ഇന്നവർ നിന്നെ ബലി കൊടുക്കും. ഓക്കേ, നാളെ ബലി കൊടുക്കുമ്പോ കാണാം. അപ്പൊ നാളെ എന്റെ ഡെത്ത് ഡേ ആണോ ദൈവമേ? VIP ആയിട്ട് വന്ന ഞാൻ നാളെ RIP ആവുമല്ലോ. സംശയമുണ്ടോ? നീ പേടിക്കണ്ട, പോകട്ടെ. നേരം വിളിക്കുന്നിടം വരെ നമ്മൾ കാത്തിരിക്കില്ല. വേഗം വാ, നമുക്ക് ഈ രാത്രി തന്നെ ഇവിടുന്ന് പോകാം. പക്ഷെ നമ്മളെന്തിനാ പോകുന്നത്? നാളത്തെ ബലി കഴിഞ്ഞിട്ട് പോവാന്നേ. ഞാനാണെങ്കിൽ ബലി കൊടുക്കുന്നത് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എടാ ഇവന്മാർ ഈ പോപ്പട്ടിനെ ബലി കൊടുക്കുന്നേ, നമ്മുടെ സ്വന്തം പോപ്പട്ടിനെ. അതായത് ആ തത്തയുടെ പ്രതിമയുടെ മുന്നിൽ വെച്ച് പോപ്പട്ടിനെ മട്ടൻ ചാപ്സ് പോലെ വെട്ടിപ്പിരുത്തും. അത് ശരി, എന്നാ പിന്നെ നമുക്ക് പോവാം. അയ്യോ, നേരം വെളുത്തില്ലേ? എന്നാ വാളേ, നമുക്ക് പോയി കിടന്നു തുടങ്ങാം. വേണോ? കൂട്ടുകാരെ, നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഓടിപ്പോകാം. പക്ഷേ ഈ പോപ്പട്ട് പറന്നു കഴിഞ്ഞാൽ അവന്മാർ തീർച്ചയായിട്ടും ഇവനെ പിടിക്കും. അല്ലെങ്കിലേ പേടിച്ചിട്ട് വഴിക്കാതിരിക്കുക. പിന്നെ പേടിപ്പിക്കുന്നോടാ, ശപിച്ചു കളയില്ല. നിങ്ങളെല്ലാം പല വഴിക്കാണ് ഓടിക്കാം. കൊള്ളാലോ, നിങ്ങൾ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഉറക്കം വന്നില്ലായിരുന്നു, ഇതുകൊണ്ട് തൊട്ടാത്തൊടിയിൽ കളിക്കാൻ വന്നതാ. നിങ്ങളാണെങ്കിൽ ഞങ്ങളെ ഓടിച്ചിട്ട് പിടിച്ചു. അല്ല, നിങ്ങൾക്കിതാ ഉറക്കമില്ലേ? ഇല്ല, ഞങ്ങൾ മൂങ്ങളല്ലേ, രാത്രിയാണ് ഉണർന്നിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഇരിക്കാറില്ല. ഉറക്കം വരുന്നു, അകത്തേക്ക് പോവാം. ഒരു കാര്യം മറക്കണ്ട, മഹാപൂജ നടത്താനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ പോപ്പട്ട്? അറിയില്ല സാറേ. തനിക്കറിയാവൂ ഈ പോപ്പട്ട് ആരാണെന്ന്? എനിക്കറിയില്ല. എടോ, തനിക്കറിയോ ഈ പോപ്പട്ട് ആരാണെന്ന്? എനിക്കറിയത്തില്ല. അപ്പൊ തനിക്കറിയാമായിരിക്കല്ലോ. ആരാ? തനിക്കറിയാവൂ ഈ പോപ്പട്ട് ആരാണെന്ന്? എന്റെ അമ്മേ, ആർക്കോ എന്റെ ജ്ഞാനം കാരണം പ്രോബ്ലം ആയെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? അതെ, നിങ്ങൾക്കറിയോ ഈ പോപ്പട്ട് ആരാണെന്ന്? ഒന്ന് പറയടോ, ആ പച്ച നിറത്തിലുള്ള പോപ്പട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പച്ച നിറത്തിലുള്ള എന്തിനേയും പോപ്പട്ടെന്ന് വിളിക്കാൻ പാടില്ല. നോക്കൂ, ഈ മരം പച്ചയാണ്, അവിടെ പോപ്പട്ടില്ല. ഈ പുല്ലും പച്ചയാണ്, അവിടെയും പോപ്പട്ടില്ല. നിങ്ങളെ ആരെങ്കിലും എപ്പോഴെങ്കിലും പോപ്പട്ടെന്ന് വിളിച്ചിട്ടുണ്ടോ? പക്ഷേ നിങ്ങൾ പോപ്പട്ടല്ലല്ലോ. ഈ ലോകമേ ഒരു പോപ്പട്ടാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന ആ പോപ്പട്ടിനെ മറക്കുന്നതാണ് നല്ലത്. സംശയമുണ്ടോ? കണ്ടില്ലേ, എന്താ ഒരു ജ്ഞാനം! ആ സംസാരം കേട്ടില്ലേ? ഇത് തന്നെയാണ് പോപ്പട്ട്. അതെ സാർ, പോപ്പട്ടിന് കിട്ടി. സാർ, പോപ്പട്ടിനെ കിട്ടി. ഇതാ ഇവിടെ പോപ്പട്ട്.
അത് ശരി, അപ്പോ താനാണോ പോപ്പട്ട്? പക്ഷെ നിങ്ങൾ അന്വേഷിക്കുന്ന ആ പോപ്പട്ട് ഞാനല്ല. ഈ ലോകത്ത് ഒരുപാട് പോപ്പട്ടുകളുണ്ട്. പോപ്പട്ടുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഉണ്ട്. പോപ്പട്ടെ, നമുക്ക് തുടങ്ങിയാലോ? ഇപ്പൊ ശരിയായില്ലേ പോപ്പട്ടെ? ഇനി നീ എന്ത് പറഞ്ഞെഴുവാനും ഹാപ്പി ദിവാലി, ഹാപ്പി ദിവാലി. ആരോ മേഡത്തിന്റെ രംഗോലി നശിപ്പിച്ചല്ലോ. എന്റെ അമ്മേ, ആരോ ഈ ഞാൻ തന്നെയാണല്ലോ. ഞാനാ നശിപ്പിച്ചത്. എന്തായാലും നന്നായി, ആരും കണ്ടില്ലല്ലോ. അയ്യോ എന്റെ ദൈവമേ, ഞാൻ മേഡത്തിന്റെ രംഗോലി നശിപ്പിച്ചല്ലോ. ആരും കണ്ടില്ലല്ലോ അല്ലേ? വേഗം പോയി ഒന്ന് കുളിച്ചേക്കാം. ഹണി, നിന്റെ കാലൊന്ന് കാണിച്ചേ. ബാക്കിയുള്ള 2 കാലും കൂടെ പൊക്കേ. എടാ കഴുതേ, 4 കാര്യം ഞാൻ പൊക്കി കഴിഞ്ഞാൽ മൂക്കും കുത്തി താഴെ വീഴില്ലേ? ഈ കാല് താഴേക്കാക്ക്, എന്നിട്ട് പുറകെ കാല് പൊക്കേ. നിന്റെ വാലെന്താ നനഞ്ഞിരിക്കുന്നത്? വാലും നനഞ്ഞെന്നും പറഞ്ഞ ഇപ്പൊ എന്താ ഒരു കുഴപ്പം? കുറ്റാന്വേഷകരുടെ തത്വം അനുസരിച്ച് എന്താണോ കാണുന്നത് അതൊരിക്കലും വിശ്വസിക്കരുത്. തേങ്ങ എന്ന് പറയുന്നത് പുറത്തു നിന്ന് കാണുമ്പോൾ ഒരു ഫലം മാത്രമാണ്. അതിനുള്ളിൽ വെള്ളം ഒളിഞ്ഞിരിപ്പുണ്ട്. സംശയമുണ്ടോ? രംഗോലിയിൽ പച്ച നിറം ഉണ്ടായിരുന്നല്ലോ. ഇനി ചിലപ്പോ ഈ പോപ്പട്ടാണ് അത് നശിപ്പിച്ചെങ്കിലോ? എടാ, ഞങ്ങൾ അല്ലെങ്കിലും ജന്മനാ പച്ച നിറമുള്ളവരാ. ചിലപ്പോ ഈ പച്ചടവുകളിൽ പച്ച നിറമായതാണെങ്കിലോ? എടാ, അവനൊരു തമാശ പറഞ്ഞതാ. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. പക്ഷെ തെളിവിന് കുറ്റം നടന്ന സ്ഥലത്ത് തന്നെ അന്വേഷിക്കണം. കുറ്റവാളി എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ ഒരിക്കലും പോവില്ല. നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായും. എല്ലാം തുടങ്ങി വെക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. തുടങ്ങിയാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മുന്നോട്ട് പോയാലേ അതിലൂടെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുകയുള്ളൂ. സംശയമുണ്ടോ? താങ്കളുടെ കാഴ്ചപ്പാടിൽ ജീവിതം എന്താണ്? ജ്ഞാനം. ജ്ഞാനം? അതെ, അതായത് നമ്മൾ ഒരു സവോള പൊളിക്കുമ്പോൾ അതിൽ വീണ്ടും വീണ്ടും ലെയറുകൾ കാണാറില്ലേ? അതുപോലെ തന്നെ ജീവിതത്തിലും ദിവസവും നമുക്ക് ഓരോ ജ്ഞാനം ലഭിക്കും. ലോകത്തെവിടെയാണെങ്കിലും നമുക്കത് കിട്ടും. അത് വേണമെങ്കിൽ ആഹാരമാക്കാം. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സംശയമുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ആളുകൾ എപ്പോഴും കപ്പലണ്ടി പോലെ ആയിരിക്കണം. അത് ആരെങ്കിലും തല്ലിപ്പൊട്ടിച്ചാൽ പോലും അതുകൊണ്ട് ഉപയോഗമുണ്ടാവണം. അതിനെ ഇടിച്ചോളൂ, ചതച്ചോളൂ, അരച്ചെടുത്തോളൂ. കറികളിലിട്ടാലും മിക്സിയിൽ അടിച്ചെടുത്താലും എണ്ണയായി സൂക്ഷിച്ചാലും ഗുണം മാത്രമേ ഉണ്ടാകൂ. എന്റെ കൂട്ടുകാരെ, ഈ പോപ്പട്ട് നാട്ടുകാരുടെ കിളി പറത്തു വന്നാ തോന്നുന്നത്. ആഹാ, എന്തൊരു ജ്ഞാനമാണ്. വാക്കുകൾ വാക്കുകളിൽ ഒതുക്കാതെ പ്രവൃത്തിയിൽ കാണിക്കേണ്ടതാണ്. വീരവാദം പറയുന്നത് കൊണ്ട് ഒരു ചുക്കുമാവില്ല. ഒരു പഴത്തിന്റെ രുചി അറിയണമെങ്കിൽ അതിന്റെ തൊലി ഉരിച്ച് മധുരം നുണയണം. സംശയമുണ്ടോ? എടാ, ഇതുവൻ ഞാൻ മുഴുവൻ ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ് പരസ്യം പോലെയല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഴങ്ങൾ എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളെ പോലെയാണ്. ഉള്ളിൽ മധുരമായിരിക്കും. ജീവിതകാലം മുഴുവൻ നമ്മോടൊപ്പം ഉണ്ടാകും. സംശയമുണ്ടോ? നീ എന്റെ ക്ഷമ പരീക്ഷിക്കും. ഈ ബണ്ണി ഇതുവരെ ആരുടെയും കാല് പിടിച്ച ചരിത്രമില്ല. ഇന്നിതാ ഈ റിമോട്ടിന് വേണ്ടി നിന്റെ കാല് പിടിക്കാൻ പോവാണ്. ഇന്നെല്ലാം നിന്റെ കയ്യിലാണ് സുഹൃത്താർ. എന്നെ ഒരിക്കലും നീ നിരാശനാക്കരുത്. മാച്ച് കാണാൻ സമ്മതിക്ക്. എനിക്ക് ആ റിമോട്ട് തരൂ തരൂ. ഈ ഡയലോഗ് അടിക്കുന്ന നേരത്ത് നീ നിന്റെ ജോലി നോക്ക്. എന്റെ കൂട്ടുകാരെ, മാച്ചിന്റെ കാര്യം പോക്ക. വാ, നമുക്ക് ഗാർഡന്റെ കട്ടിങ്ങിന്റെ കാര്യം ശരിയാക്കിട്ട് വരാം.
ഇത് എന്റെ ജോലിയല്ലേ, നിങ്ങൾ എന്തിനാ ഈ ചെയ്യുന്നേ? കാരണം കൂട്ടുകാർക്ക് ഉപകാരപ്പെടുള്ളൂ. പെടൂ എന്റേതെന്നോ നിന്റേതെന്നോ വ്യത്യാസമില്ല. സൗഹൃദത്തിലെ ഇതൊക്കെ പറ്റൂ. സംശയമുണ്ടോ? ഞാൻ ഭക്ഷണപ്രിയനാന്നിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പീസ് പോലും തൊട്ടില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് കേട്ടിട്ടുണ്ട്. ഇവനിപ്പോ നമ്മുടെ ക്ഷമയില് പെട്രോൾ ഒഴിക്കുക. സംശയമുണ്ടോ? ഇവന് 2 എണ്ണം കൊടുക്കാതെ ഞാൻ അടങ്ങൂല. വേണ്ട ഹരി, പകുതി മാച്ച് ഇതാ ഇപ്പൊ കഴിഞ്ഞു കാണും. എന്തായാലും മാച്ച് കാണാൻ കഴിഞ്ഞില്ല. ആ ഭക്ഷണമെങ്കിലും എടുത്ത് കഴിക്കേ. നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായാലും സാധിച്ചില്ല. പക്ഷെ സോർദാറിന്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം. ഇവന് തല്ല് കൊള്ളാനുള്ള ആഗ്രഹം. അതിന് ക്രിക്കറ്റ് മാച്ച് അല്ല, റെസ്ലിംഗ് ആണ് വേണ്ടത്. സംശയമുണ്ടോ? ഇവിടെ എന്താ ഈ നടക്കുന്നത്? മാഡം, ഇവര് റോഡുകൾക്ക് മിന്നൽ വേഗത്തിലാണ് ഓട്ടകൾ വീഴുന്നത്. ഇത് കേടായി കഴിഞ്ഞാൽ പിന്നെ വളരെ പാടുപെട്ടാണ് ശരിയാവുന്നത്. ഓ ഓ പോപ്പട്ടെ, ഇവിടെ വരൂ. നാളെ നീ TV ഷോയിൽ വരാൻ പോവുകയാണെന്ന് കേട്ടു. ജീവിതം എന്ന ജിലേബിയിൽ മധുരം എന്ന കോൺഫറൻസ് ഒരിക്കൽ മാത്രമേ കയറുകയുള്ളൂ. നാളെ നമ്മുടെ ഈ നാടിന്റെ പേര് നീ ചീത്തയാക്കരുത്. ഓ എന്റെ പൊന്ന് പാഴി ഡോക്ടറെ, എന്നെ പോലെ ഒരു അല്പപ്രാണിക്ക് ഇത്രയും ടെൻഷൻ തരല്ലേ. എന്റെ പഴയ മൊബൈൽ ഫോൺ ഞാൻ വിറ്റു. അവസരം കിട്ടിയത് കൊണ്ട് പെർഫോം ചെയ്തല്ലേ പറ്റൂ. അടികൈ. ഒരുപാട് മുകളിലെത്തിയിരിക്കുന്നു. നമ്മൾ പറന്നു വരുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. പറന്ന് മുകളിലേക്ക് പോകുമ്പോഴുള്ള അതേ ധൈര്യം താഴേക്ക് പോകുമ്പോഴും വേണം. എടോ, പറക്കുന്നതിന് അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല. എന്താണ് ഈ പറക്കൽ? പറക്കൽ പറക്കൽ അത് പറക്കുക എന്ന് പറയുന്നത് ചിറകുകൊണ്ട് മാത്രമല്ല, അത് നമ്മുടെ കോൺഫിഡൻസ് കൂടിയാണ്. അയ്യോ, ഇവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നത്. ഞാൻ ഒരു വല്ലാത്ത വരവായി വന്നത്. അയ്യോ. എല്ലാരുടെ സുഹൃത്ത്. താങ്ക് യു കർത്ത. ഇന്ന് നീ എനിക്ക് ചെയ്തു തന്ന ഈ ഉപകാരം അത് 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 അയ്യോ, എന്തോ അത്. ഇതൊരു കൂട്ടുകാരനോട് പറയേണ്ടതാണ്. പക്ഷെ കൂട്ടുകാർ തമ്മിൽ താങ്ക്സ് പറയാൻ പാടില്ല. പക്ഷെ